നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. നിലവിലെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാണ്. മികച്ച സ്ക്വാഡുണ്ട്. വലിയ ഔട്ട് ഗോയിങ് ഒന്നും ആ സ്ക്വാഡിൽ നിന്ന് സംഭവിച്ചിട്ടില്ല. എന്നിട്ടും എന്തിനാണ് ആഴ്സണൽ വിനി ജൂനിയർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നത്? പല ഫുട്ബോൾ പ്രേമികൾക്കുമുള്ള സംശയമാണത്. 150 മില്യൺ യൂറോ വരെ താരത്തിനായിട്ട് ചെലവഴിക്കാൻ ആഴ്സണൽ തയ്യാറാണ് എന്നുള്ള വാർത്തകൾ വരുമ്പോൾ എന്തിന് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതൊരു മണ്ടൻ തീരുമാനമല്ലേ, റോങ് മൂവ് അല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ വിശദമായിട്ടൊന്ന് നോക്കുകയാണ് എന്താണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യം എന്നുള്ളത്. തീർച്ചയായിട്ടും വിനി ജൂനിയറെ പോലുള്ളൊരു കളിക്കാരൻ ഇന്ന് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരാളാണ്. ആ നിലവാരത്തിലേക്ക് ഉയർത്തി കാണിക്കാൻ ഒരു കളിക്കാരൻ ഇപ്പോൾ ആഴ്സണലിൻ്റെ നിരയിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ ലഭ്യമാവുന്ന വിവരങ്ങളനുസരിച്ച് മൈക്കൽ ആർട്ടിറ്റ തന്നെ വിനി ജൂനിയറുടെ ക്യാമ്പുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ആഴ്സണലിലേക്ക് എത്തുകയാണെങ്കിൽ അവരുടെ പ്രൊജക്റ്റിൻ്റെ ആണിക്കല്ലെന്നും അദ്ദേഹത്തിൻ്റെ ചുറ്റും ടീമിനെ ബിൽഡ് ചെയ്യുമെന്നും ഒക്കെ ഉറപ്പ് കൊടുത്തു എന്നാണ് കേൾക്കുന്നത്. ഇതൊരു ബോംബാസോ പോലെ, ഒരു ബോംബ് ഷെല്ല് പോലെ ആഴ്സണൽ വിനിക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളത് പുറത്തുവിട്ടത് ഡേവിഡ് ഓൺസ്റ്റൈൻ ആയിരുന്നു. ന്യൂയോർക്ക് ടൈംസിൻ്റെ ദി അത്ലറ്റിക്കിലാണ് ഈ വാർത്ത നമ്മൾ ആദ്യം കണ്ടത്. പിന്നെ അതെല്ലാവരും അങ്ങ് ഏറ്റുപിടിച്ചു. അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് ബ്രസീലിയൻ മാധ്യമങ്ങളും സ്ഥിരീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. സോ എന്താണ് ഇവിടുത്തെ ഫുട്ബോൾ ലോജിക്? ദർ ഈസ് എ ക്ലിയർ ഫുട്ബോൾ ലോജിക്. എന്താണെന്നറിയോ? ആഴ്സണലിന് ഒരു ലെഫ്റ്റ് സൈഡ് അറ്റാക്കർ വേണം, വളരെ മികച്ചൊരു അറ്റാക്കർ വേണം. അവർ കുറച്ച് കാലമായിട്ട് ആ ഒരു പൊസിഷൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിനീഷ്യസ് ജൂനിയർ ആ പൊസിഷനിലേക്ക് ഏറ്റവും ബെസ്റ്റാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഗ്ലോബൽ സ്റ്റാർഡം കൂടി മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹത്തെ അവൈലബിൾ ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ ആഴ്സണൽ താരത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂവിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാകും. അത് ആ പൊസിഷൻ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അദ്ദേഹം ടീമിലേക്ക് വരികയാണെങ്കിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ കൂടി അതിനൊരു കാരണമാണ്. അപ്പോൾ ചോദ്യമുള്ളത്, വലിയൊരു എക്സ്പെൻസ് വരുന്ന നീക്കമായിരിക്കില്ലേ അത് എന്നുള്ളതാണ്. ഒരു സംശയം വേണ്ട, ആയിരിക്കും. 150 മില്യൺ യൂറോ എങ്കിലും ഇല്ലാതെ റയൽ മാഡ്രിഡ് താരത്തെ വിട്ടുകൊടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ പിന്നെ അതെങ്ങനെ സാധിക്കും? ആഴ്സണൽ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആഴ്സണൽ ഇപ്പോൾ ചിന്തിക്കുന്നത്, കൃത്യമായിട്ട് ദി അത്ലറ്റിക് പറയുന്നുണ്ട്, ദാറ്റ് കോസ്റ്റ് കുഡ് ബി പാർഷ്യലി ഓഫ്സെറ്റ് ബൈ ദി കൊമേഴ്ഷ്യൽ വിൻഫോൾ പ്രോംപ്റ്റഡ് ബൈ ലാൻഡിങ് എ ജെനുവിൻ ഗ്ലോബൽ സ്റ്റാർ. ഒരു ജെനുവിൻ ഗ്ലോബൽ സ്റ്റാറാണ് വിനി ജൂനിയർ, തർക്കമില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തെ എത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന കൊമേഴ്ഷ്യൽ വിൻഫോൾ ഉണ്ട്. സ്പോൺസർഷിപ്പായിട്ടും മറ്റ് ജേഴ്സി സെല്ലിംഗ് ആയിട്ടും ഒക്കെ ലഭിക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ വിൻഫോൾ ഉണ്ട്. അതുവഴി തന്നെ ഈ ചിലവിൻ്റെ പകുതി കവർ ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷ ആഴ്സണലിലുണ്ട്. അതോടൊപ്പം തന്നെ മോറോവർ അവർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതാണ് ഏറ്റവും ക്രൂഷ്യൽ. ദ ബിലീഫ് ദാറ്റ് ബീയിങ് അറ്റ് ദി നെഗോഷിയേറ്റിംഗ് ടേബിൾ ഫോർ എ പ്ലെയർ ഓഫ് വിനീഷ്യസ് ജൂനിയർ സ്റ്റാച്ചർ ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ദി ക്ലബ്സ് പ്രോഗ്രസ്. ക്ലബിൻ്റെ വളർച്ചയുടെ സൂചകമാണ് വിനിയെപ്പോലുള്ളൊരു താരത്തിനായിട്ട് നെഗോസിയേഷൻ ടേബിളിൽ ഇരിക്കുക എന്നുള്ളത് എന്നുകൂടി ആഴ്സണലിൻ്റെ ഓണേഴ്സ് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ക്ലബ്ബ് വളരുന്നു എന്നത് കാണിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഗ്ലോബൽ സൂപ്പർ സ്റ്റാറുകൾക്ക് വേണ്ടി മുന്നോട്ടിറങ്ങുക എന്നുള്ളത്. അപ്പോൾ ക്ലിയർ ആയിട്ടുള്ളൊരു ഫുട്ബോൾ ലോജിക്കും ക്ലിയർ ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കണ്ണും കൊമേഴ്ഷ്യൽ ഐയും കൂടി അവിടെയുണ്ട് വിനിക്കായിട്ടുള്ള ആഴ്സണലിൻ്റെ ഈ നീക്കത്തിൽ. അത് മാത്രം മതിയോ ടീമിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ചോദ്യം പലരും ഉന്നയിക്കാം. ടീം ഓൾറെഡി സ്ട്രോങ് ആണ്. ബ്രൂണോ ഗുയിമാരസിനെ അവരെത്തിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്ന് നമ്മൾ കേട്ടല്ലോ. പിന്നെ അവർ കവർ ചെയ്യേണ്ട ഒരു ഭാഗം എന്നുള്ളത് വില്യം സാലിബയുടെ കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ പരിക്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിഫൻഡറെ കൂടി അവർ എത്തിച്ചേക്കാം. ഇതിനപ്പുറത്തേക്കുള്ള ഒരു അഡീഷനിൻ്റെ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്ക്വാഡ് ഓഡിറ്റ് നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്, വിശദമായിട്ട് തന്നെ സ്ക്വാഡ് ഓഡിറ്റ് ഓരോ ടീമിനെയും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആഴ്സണലും ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള ഒരു ഫുട്ബോൾ ലോജിക് എന്ന് പറയുന്നത്. പിന്നെയുള്ള ചോദ്യം നടക്കുമോ എന്നുള്ളതാണ്. നടക്കണമെങ്കിൽ ഒറ്റ കാര്യം സംഭവിക്കണം. വിനി ജൂനിയർ റയൽ മാഡ്രിഡുമായിട്ട് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യരുത്. അതിനുള്ള ചർച്ച
നടക്കുന്നു. ഇന്ന് അതിൽ ഡിസിസീവായിട്ടുള്ളൊരു സ്റ്റെപ്പ് ഉണ്ടാകുമെന്ന് പലരും ചിന്തിക്കുന്നു, പലരും റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട് ബ്രസീലിൽ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതാണ് ഇന്നത്തെ ദിവസം ഒരു ക്രൂഷ്യൽ മീറ്റിംഗ് നടക്കുമെന്ന്. അവിടെയുള്ളതെന്ന് വെച്ചാൽ ആ ഒരു വാല്യൂഷൻ്റെ ഒരു വ്യത്യാസമുണ്ട്. വിനി ജൂനിയർ ചോദിക്കുന്നത് അറൗണ്ട് 30 ബില്യൺ യൂറോ പെർ ഇയർ ആണ് റയലിൽ നിന്ന്. റയലാവട്ടെ മാക്സിമം 22 ബില്യൺ യൂറോ എന്നാണ് പറയുന്നത്. പിന്നെ സൈനിങ് ബോണസ് ചോദിക്കുന്നുണ്ട് വിനി. അത് കൊടുക്കാൻ റയൽ തയ്യാറുമല്ല. അങ്ങനെ ഒരു പ്രീസിഡൻസ് അവിടെ ഇല്ല. നിലവിലുള്ള താരങ്ങൾക്ക്, പുതുതായിട്ട് വരുന്നവർക്ക് കൊടുക്കാം. അങ്ങനെയാണ് എംബാപ്പയ്ക്കൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പം വിനിയുടെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ വിനിയുടെ ടീമിൻ്റെ ഒരു വാദം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പുതിയ താരത്തെ പുറത്തു നിന്ന് കൊണ്ടുവരുമ്പോൾ കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ തുകയല്ലേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതിനപ്പുറം 26 വയസ്സായി വിനി ജൂനിയർക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ബിഗ്ഗസ്റ്റ് കോൺട്രാക്റ്റ് ലഭിക്കേണ്ട സമയമാണിത്. അദ്ദേഹം പീക്കിൽ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ളൊരു നല്ല ലക്വറേറ്റീവ് ആയിട്ടുള്ള ഒരു ഓഫർ വേറെ ഒന്നും ലഭിക്കാൻ സാധ്യതയുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് ക്യാപിറ്റലൈസ് ചെയ്യണമെന്ന് അവർ വിചാരിക്കുന്നു. അപ്പം അങ്ങനെ സൈനിങ് നടക്കാതെ ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സെയിൽ ചെയ്യും റയൽ. കാരണം പിന്നെ ഒരു വർഷം കൂടി അവിടെ നിന്നാൽ അദ്ദേഹം ഫ്രീ ഏജൻ്റായിട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാവും. അത് റയലിന് നഷ്ടമുണ്ടാക്കും. റയലിൻ്റെ തലപ്പത്തിരിക്കുന്ന ടോപ്പ് ഫിഗേഴ്സിൽ പലരും അദ്ദേഹത്തെ സെയിൽ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം എന്ന നിലപാടിലാണ് എന്ന് ഇന്നലെ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആഴ്സണൽ അത് മുതലെടുക്കും. ആഴ്സണൽ അതിന് റെഡിയാണ്. അത് വെറുതെ കണ്ണുമടച്ചുള്ളൊരു ബ്ലൈൻഡായിട്ടൊരു താരത്തിന് പിന്നാലെ പോകുന്നതല്ല, കൃത്യമായ ഫുട്ബോൾ ലോജിക്ക് വെച്ചാണ്. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.